ആണ്. അപ്പോൾ അത് കേട്ടപ്പം ഒരു 80s 90s ഒരു സിനിമ, അപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. ഞാൻ പോസിറ്റീവായിട്ട് കുറേ വേഷം ചെയ്ത, പക്ഷെ രക്ഷപ്പെട്ടില്ല. എന്നാൽ പിന്നെ നെഗറ്റീവേ പിടിക്കാമെന്ന് കരുതി. അങ്ങനെയല്ല, നമ്മൾക്കൊരു ഇമേജ് ഉണ്ടല്ലോ. നമ്മൾ വന്നിട്ടുള്ളത് മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെയാണ്. അപ്പം തമാശയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കിട്ടിയിരിക്കുന്ന സിനിമകളിലും ഒക്കെ അങ്ങനത്തെ വേഷങ്ങളായിരുന്നു, തമാശ ജോറിനുള്ള വേഷങ്ങളായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിലൊരു പ്രത്യേകിച്ച് പുതുമയില്ല. കാരണം ഞാൻ സ്റ്റേജിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മിനി സ്ക്രീനിലുമൊക്കെ. അതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന വേഷം കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് കുറച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒട്ടും പ്രതീക്ഷയില്ല അനഘേനെ അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പോൾ അനഘ ഈ ക്യാരക്ടർ കേട്ടപ്പം എന്തായിരുന്നു തോന്നിയത്? ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇത് എന്തായാലും ചെയ്യാമെന്ന്. കാരണം ഞാൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇങ്ങനത്തെ ഒരു റോൾ. എന്തെങ്കിലും ഒരു നാടൻ ക്യാരക്ടർ ഇതാ ഞാൻ കാണിച്ചു തരാം, ചെയ്യാൻ പറ്റും എന്നുള്ളത്. കിട്ടിയിരുന്നൊരു ബ്രേക്കായിരുന്നു കാതലിൽ വന്നിരുന്നു. അതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു അത് അതിന് മുമ്പ് ചെയ്താണോ, ഈ അന്വേഷിപ്പിং കണ്ടെത്തും അതിന് മുമ്പ് ഷൂട്ട് ചെയ്താണോ? കാരണം ലുക്ക് മാറിയത് എല്ലാവർക്കും നീ അങ്ങനെ ആ മുഖം ഉണ്ടോ നിനക്ക് എന്നുള്ളതാണ്. ഐ എം വെരി ഹാപ്പി. എനിക്കതാണ് ആസ് എൻ ആക്ടർ ഐ വോണ്ട് ടു ഡു മോർ ക്യാരക്ടേഴ്സ് ലൈക്ക് ദാറ്റ്, വെയർ എൻ്റെ ക്യാരക്ടർ മാറ്റി വെച്ച് എനിക്ക് ഇനിയും പ്രോജക്റ്റ് ചെയ്യണം. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ്. എനിക്ക് ഡാവിൻ എനിക്ക് ആദ്യം ഒരു ചെറിയ കോൺഫിഡൻസ് പറഞ്ഞു, എനിക്ക് നടത്തത്തില്ല, ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റണ്ടേ. എൻ്റെ നടത്തമൊക്കെ ഭയങ്കര ഒരു സർട്ടൻ രീതിയുണ്ട്. സോ ഇതൊക്കെ മാറ്റാൻ എനിക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒത്തിരി പണി കിട്ടിയായിരുന്നു നമ്മൾ. എന്നിട്ട് ഡാർവിൻ എനിക്കൊരു ഇച്ചിരി കോൺഫിഡൻസ് തന്നാണ്. ഞാൻ റൂമിലിരുന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഓൾ ബോണസ് ഫോർ മീ. ആൻഡ് നല്ല റിവ്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതുവരെ. വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വിളിച്ചു, സിനിമ നല്ലതായിട്ടുണ്ട് പറഞ്ഞു. സോ ഓൺ ക്ലൗഡ് 9 റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച്.